പാലാ നഗരസഭയിലെ UDF ഭരണം അവസാനിക്കുന്നു. സ്വതന്ത്ര കൂട്ടായ്മയുമായുള്ള സഖ്യം അവസാനിച്ചെന്ന് തുറന്നു പറഞ്ഞ കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസ് ചെയർപേഴ്സൺ ദിയ പുളിക്കകണ്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടു. സമവായ ചർച്ചയ്ക്ക് ഇനി നിർബന്ധിക്കരുതെന്ന് UDF നേതൃത്വത്തെ കോൺഗ്രസ് കൗൺസിലർമാർ അറിയിച്ചു. വിവരങ്ങളുമായി അജിത്താണ് ചേർന്നത്. അജിത്, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാണി സി കാപ്പൻ MLAയുടെ നേതൃത്വത്തിൽ ഇന്നലെ അവസാനവട്ട ചർച്ചകളൊക്കെ നടത്തി. പക്ഷേ അതൊന്നും വിജയം കണ്ടില്ല. ഈ ദിയ പുളികകണ്ടത്തിന്റെ നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനമാണ്. അത് രാജി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിലവിലില്ലേ? തീർച്ചയായും ഇനി രാജി എപ്പോൾ വെക്കുമെന്ന് മാത്രമാണ് അറിയാനുള്ളത്. കാരണം അതിൽ നിന്ന് കോൺഗ്രസിന്റെ കൗൺസിലർമാരൊക്കെ തന്നെയും ഈ ഭരണം അവസാനിച്ചു എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സംസ്ഥാന നേതൃത്വം തന്നെ കാര്യങ്ങൾ അറിയിച്ചു, രേഖാമൂലം തന്നെ അറിയിച്ചു. കോൺഗ്രസിന്റെ 6-ൽ 5 കൗൺസിലർമാരും ഒപ്പിട്ട് ഇത്തരത്തിൽ തങ്ങൾ ഇനി ഈ സ്വതന്ത്ര കൂട്ടായ്മയുമായി ചേർന്നൊരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള വിവരം അറിയിച്ചു. അത് കോൺഗ്രസിന്റെ സംസ്കാരത്തിന് തന്നെ എതിരാകുന്ന നിലപാടാണെന്നുമാണ് ഈ കോൺഗ്രസ് കൗൺസിലർമാർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിമതയായി ജയിച്ച കൗൺസിലർ ഉൾപ്പെടെ ഈ കത്തിൽ ഉൾപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഏതാണെങ്കിലും ഈ ബിജു മാത്യൂസൻ ആരെങ്കിലും ഒരാളുടെ പിന്തുണ ഉണ്ടെങ്കിൽ പോലും രാജിവെക്കാൻ തയ്യാറാണ് എന്നാണ് നേരത്തെ ഇത്തരത്തിൽ പുളിക്കക്കണ്ടം കുടുംബം പറഞ്ഞത്. ഇപ്പോൾ ഇതിൽ കോൺഗ്രസിന്റെ ഭൂരിഭാഗം അംഗങ്ങളും ഇത്തരത്തിൽ ഏതാണ്ട് ബിജു മാത്യൂസിനെ പിന്തുണയ്ക്കുന്ന നിലയാണ്. ഈ ഒപ്പിടാത്ത അംഗം പോലും കോൺഗ്രസിനൊപ്പം തന്നെയാണ് നിലനിൽക്കുന്നത്. അല്ലാതെ ഈ പുളിക്കക്കണ്ടം കുടുംബത്തിനൊപ്പം അല്ല നിലപാട് സ്വീകരിക്കുന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഏതാണെങ്കിലും ഇതോടുകൂടി ഈ 10 UDF അംഗങ്ങളാണ് ഉള്ളത്. ബാക്കി 4 സ്വതന്ത്ര പിന്തുണയോടുകൂടിയായിരുന്നു ഭരണം നടന്നിരുന്നത്. ഈ പ്രതിസന്ധി രൂക്ഷമായതോടുകൂടി ഈ ബന്ധം അവസാനിച്ചു എന്ന് പറയുന്നതിലോടുകൂടി തന്നെ UDF ഭരണം അവസാനിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും. ഏതാണെങ്കിലും ഇതിനി എപ്പോൾ ചെയർപേഴ്സൺ രാജിവെക്കും എന്നുള്ള കാര്യം കൂടി മാത്രമാണ് ഇനി അറിയാനുള്ളത്. അതുപോലെ നമുക്കറിയാം, ദിയ പുളിക്കകണ്ടം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഒരു നഗരസഭാ ചെയർപേഴ്സണായ ഒരു സ്ഥാനം, അങ്ങനെ അതിലിരുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ അതിൽ ഒരു ആശങ്ക ഉണ്ടാവുകയാണ്, രാജി വരുന്നൊരു സാഹചര്യം. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷ എന്ന പേരോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഭരണത്തിൽ അധികാരത്തിലിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യം രാജ്യമാകെ വാർത്ത വരുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യം പാലാ നഗരസഭയ്ക്കുണ്ട് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ആ ഭരണമാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും കോൺഗ്രസ് ആരോപിക്കുന്നത് കുടുംബാധിപത്യമാണ് ഇതിന് പ്രധാനപ്പെട്ട കാര്യം. ഈ പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 അംഗങ്ങളുടെ ആധിപത്യമാണ്. അവർ 3 പേരും ചെന്ന് തീരുമാനമെടുക്കുന്നു. കോൺഗ്രസുമായി ആലോചിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നില്ല. ഇതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നുള്ളതാണ് കോൺഗ്രസ് കൗൺസിലർമാർ പറയുന്നത്. കണ്ടത്തിന്റെ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം രാജി വരുന്ന ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുകയാണ്.